ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു, ഇന്നക്കും തഖൂലൂൻ അന്ന അബൂ ഹുറൈറത യുക്സിറുൽ ഹദീസ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊക്കെ പറയുന്നു അബൂ ഹുറൈറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസ് കൂടുതലാക്കി ഉദ്ധരിക്കുന്നു, കൂടുതൽ ഹദീസുകൾ നിവേദനം ചെയ്യുന്നു എന്ന്. വതഖൂലൂൻ, നിങ്ങൾ പറയുന്നു, മാ ബാലുൽ മുഹാജിരീൻ ലാ യുഹദ്ദിസൂന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹാദിഹിൽ അഹാദീസ്. മുഹാജിറുകൾക്ക് എന്തു പറ്റി? ഈ ഹദീസുകളൊന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ പറയുന്നില്ലല്ലോ. വമാ ബാലുൽ അൻസാർ ലാ യുഹദ്ദിസൂന ബിഹാദിഹിൽ അഹാദീസ്. അൻസാരികൾക്ക് എന്തു പറ്റി? ഈ ഹദീസുകളൊന്നും അവരും പറയുന്നില്ലല്ലോ. തഖൂലൂൻ, നിങ്ങൾ പറയുന്നു, അക്സർത് അബൂ ഹുറൈറ, നിങ്ങൾ കൂടുതൽ ഹദീസുകൾ പറയുന്നു, ഉദ്ധരിക്കുന്നു. എന്നിട്ട് അബൂ ഹുറൈറ അതിനോട് തുടർത്തി പറയുന്നത്, ഫലൗ ഹദ്ദസ്തുകും ബികുല്ലി മാ സമിഅ്തു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലറമൈതുമൂനി ബിൽ കശ്ഇ വമാ നാദർതുമൂനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കല്ലും മണ്ണും വാരി എന്നെ എറിയുമായിരുന്നു, നിങ്ങൾ എന്നോട് സംവദിക്കാൻ നിൽക്കുമായിരുന്നില്ല. ഹഫിൾതു മിർ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിആഇനി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ 2 വിആഉകൾ മനപ്പാടാക്കിയിട്ടുണ്ട്. വിആ എന്ന് പറഞ്ഞെങ്കിൽ തോൽപാത്രത്തിനാണ് പറയുക, വലിയ പാത്രം എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വലിയ 2 അളവുകൾ മനപ്പാടാക്കിയിട്ടുണ്ട്. ഫഅമ്മ അഹദുഹുമ ഫബസസ്തുഹു, അതിൽ ഒന്ന് മാത്രമാണ് ഞാൻ പകർന്നിട്ടുള്ളത്, പ്രചരിപ്പിച്ചിട്ടുള്ളത്. വഅമ്മൽ ആഖറു ഫലൗ ബസസ്തുഹു ഖുതിഅ ഹാദൽ ബുൽഊം. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ, പകർത്തിയിരുന്നുവെങ്കിൽ, നിവേദനം ചെയ്തിരുന്നുവെങ്കിൽ എൻ്റെ ജീവൻ നാടി ഖണ്ഡിക്കപ്പെടുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നതാണ് നമ്മുടെ വിഷയം. വലൗല ആയതാനി ഫീ കിതാബില്ലാഹി മാ ഹദ്ദസ്തു ഹദീസൻ. അള്ളാഹുവിൻ്റെ കിതാബിലെ 2 ആയത്തുകളില്ലായിരുന്നുവെങ്കിൽ ഒരു ഹദീസും ഞാൻ പറയുമായിരുന്നില്ല, ഉദ്ധരിക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ കിതാബിൽ 2 ആയത്തുകൾ, അതാണ് ഈ ഹദീസുകളൊക്കെ പറയാൻ നിർബന്ധിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം സുമ്മയത്തുലു, അദ്ദേഹം ഓതി. ഏതാണ് അദ്ദേഹം ഓതിയ 2 ആയത്തുകൾ? അതിൽ ഒന്ന് നമ്മുടെ പഠന വിഷയമായിട്ടുള്ള ഈ 159-ാം ആയത്താണ്. അദ്ദേഹം ഓതി, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യന്നാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അദ്ദേഹം ഓതി. അടുത്ത ആയത്ത് അദ്ദേഹത്തിന് ഓതാനുള്ളത് സൂറത്തു ആലി ഇമ്രാനിലെ നമ്മൾ നേരത്തെ കേട്ട ആ ആയത്താണ്. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീല ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം ഇല്ലന്നാർ വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. ഇതും അദ്ദേഹം ഓതുകയുണ്ടായി. 2 ആയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് മൂടിവെക്കുന്നവരുടെ വിഷയത്തിലാണ്, അവർക്കുള്ള ശിക്ഷയുടെ വിഷയത്തിലാണ്, അവർ അവഹേളിതരാകാനിരിക്കുന്ന വിഷയത്തിലാണ്, അവരുടെ പാരത്രിക ലോകം എത്ര പരാജയമായിരിക്കും എന്ന് അറിയിക്കുന്ന വിഷയത്തിലാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തുടർന്ന് ചില അനുബന്ധങ്ങൾ പറയുന്നുണ്ട്. മുഹാജിറുകൾ എന്തുകൊണ്ടാണ് കൂടുതൽ ഉദ്ധരിക്കാത്തത്? വ ഇന്ന ഇഖ്വാനി മിനൽ മുഹാജിരീൻ കാന യശ്ഗലുഹുമുസ് സഫ്ഖു ബിൽ അസ്വാഖ്. എൻ്റെ സഹോദരങ്ങളായ മുഹാജിറുകൾ അങ്ങാടികളിൽ, സൂക്കുകളിൽ, ഇടപാടുകളിൽ വ്യാപൃതരായിരുന്നു. അൻസാരികളോ, വ ഇന്ന ഇഖ്വാനി മിനൽ അൻസാർ, എൻ്റെ സഹോദരങ്ങളായ അൻസാറുകൾ കാനത്ത് ഷുഗുലുഹും അർദൂഹും വൽ ഖിയാമു അലൈഹ, അവരുടെ കൃഷിയിടങ്ങൾ, അതിലെ കൃഷിവേലകൾ, അതിൽ അവർ വ്യാപൃതരായി. എന്നാൽ അബൂ ഹുറൈറയോ അദ്ദേഹം തന്നെക്കുറിച്ച് പറയുന്നത്, വകുൻതു ഇംറഅൻ മിസ്കീനൻ മിൻ മസാകീനി സുഫ്ഫ മുഅ്തകിഫൻ, ഞാൻ സുഫയിൽപ്പെട്ട ഒരു മിസ്കീനായിരുന്നു, ഞാൻ അവിടെ ആശ്രിതനുമായിരുന്നു. സുഫ എന്ന് പറഞ്ഞാൽ വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നെത്തിയ ഉടുതുണിക്ക് മറുതുണി പോലുമില്ലാത്ത മിസ്കീന്മാരായ ആളുകൾ, അവരുടെ അഭയവും ആശ്രയവും മസ്ജിദുൻ നബവിയിലെ വടക്കേ മൂലയിൽ ഒരിടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും മദീനയിലെ അൻസാരികളും മറ്റും നൽകിയിരുന്ന ഭക്ഷണം കഴിച്ച് പശിയടക്കി ആ നിർധനർ കഴിച്ചുകൂടി അവരാണ് അഹ്ലുസുഫ എന്ന് അറിയപ്പെടുന്നവർ. അവരിലൊരാളായിരുന്നു അബൂ ഹുറൈറയും. അതാണ് അദ്ദേഹം പറയുന്നത്. ലാ അകുലുൽ ഖമീർ വല അൽബസുൽ ഹബീർ
ഒരു റൊട്ടി തിന്നാൻ അവസ്ഥ ഉണ്ടായിരുന്നില്ല, നല്ലൊരു മുണ്ടുടുക്കാൻ കണ്ടിരുന്നില്ല. വല യഖ്ദുമുനി ഫുലാനുൻ വ ഫുലാന, സേവനത്തിന് ആരും ഉണ്ടായിരുന്നില്ല. അഖ്ദുമു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മിൽഇ ബത്നി, എൻ്റെ പട്ടിണി അകറ്റാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അങ്ങനെ ഫ അഷ്ഹദു ഇദാ ഗാബു വ അഹ്ഫദു ഇദാ നസു, മുഹാജിറുകൾ അൻസാരികൾ അവരൊന്നും സ്ഥലത്തില്ല എങ്കിൽ ഞാൻ സന്നിഹിതനാണ്, അവർക്കൊക്കെ മറവി പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപ്പാടമാക്കുന്നവനായിരുന്നു, അങ്ങനെ ഞാൻ കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞ അദ്ദേഹം എങ്ങനെ താൻ ഇത്രമാത്രം ഹദീസ് പഠിച്ചു എന്നതിൻ്റെ കാരണം ഉണർത്തുന്നതാണ് പിന്നീട് ഇതുപോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്.